നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോളാണ്. ചിക്കൻ, കുരുമുളക് പൊടി, കോൺഫ്ലവർ, മൈദ, മല്ലിയില, സബോള, ഒണിയൻ, ചിക്കൻ സ്റ്റോൾ, ബട്ടർ. നല്ലൊരു ഡിഷാണ്. നമ്മൾ നല്ല ടേസ്റ്റോടു കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലിട്ട് അരക്കുകയാണ്. അരച്ചെടുത്ത് നമ്മൾ പിന്നെ സബോള ചെറുതായിട്ട് അരിയണം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചതാണ്, അടിച്ചെടുത്താണ്. റെസിപ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരയ്ക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ മൈദ കുഴയ്ക്കുക. മൈദയും കോൺഫ്ലവറും ഉപ്പും ഇട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുക്കുന്നതിൽ നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ അത് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ കുഴയ്ക്കുകയാണ്. കുഴച്ച് വെച്ചു. ഇനിയിപ്പം അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സബോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം. സബോള എടുത്ത് പൊടിയായിട്ട് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞ് അത് വരട്ടണം. ചെറുതായിട്ട് അരിയണം. നല്ല കരട്ടി കുറച്ച് അരിയണം. അരിഞ്ഞിട്ട് നമ്മളിനി എണ്ണ ഒഴിക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. അത് ഒഴിച്ച് നമ്മൾ വാട്ടുക. അത് വാട്ടിയിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതിൻ്റെ നല്ലപോലെ വാട്ടണം. പോലെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ ഇടണം. ചതച്ചതാണ്. അത് ഇട്ട് കുറച്ച് ആ മണം മാറണം, ആ പച്ചപ്പ് മാറണം. പച്ചപ്പ് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് വാട്ടി ചിക്കൻ നല്ലപോലെ വെന്ത് ഉടയണം. വെന്ത് ഉടയുമ്പോഴത്തേനും നമുക്ക് മല്ലിയിലയൊക്കെ ഇടാം. അപ്പം പിന്നെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടെ വാട്ടുകയാണ്. ഉപ്പ് 2 സ്പൂൺ ഇടുക. ആ ഉപ്പ് ഇട്ട് വാട്ടണം നല്ലപോലെ, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കുകയില്ല. ഉപ്പിട്ട് വാട്ടി കുറച്ച് സോയാ സോസ് ഒഴിക്കുകയാണ്. സോയാ സോസ് 1 സ്പൂണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, അതും കൂടെ ഒഴിക്കുകയാണ്. ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടാം. പിന്നെ മല്ലിയിലയും ബട്ടറും ചിക്കൻ സ്റ്റോളും ഒക്കെ ഇടുകയാണ്. അതെല്ലാം ഇട്ട് നമ്മൾ വാട്ടുക. നല്ലപോലെ വാട്ടി അതിൻ്റെ ആ സ്മെല്ല് മാറണം, പച്ചപ്പ് മാറണം. പച്ചപ്പ് മാറുന്നിടം വരെ വാട്ടുക. വാട്ടി നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇടുക. 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവ് അത്ര വേണ്ട. കുരുമുളക് പൊടിയും കൂടി ഇട്ട് വാട്ടിയിട്ട് നമ്മൾ നല്ലപോലെ പിടിക്കണം. ആ പച്ചപ്പൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തുക. മൈദ പരത്തി അതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് നമ്മൾ അപ്പച്ചട്ടിയിലോട്ട് വെക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി പാത്രമില്ലേ, ആ തട്ടിലോട്ടങ്ങ് വെക്കുക. ആ തട്ടിലോട്ട് വെച്ച് നമ്മൾ ആവിക്ക് കയറ്റുകയാണ്. ആവിക്ക് കയറ്റി നമ്മൾ ആവി കയറ്റി വെച്ച് ഒരു 10-20 മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടും. മൈദയല്ലേ, പെട്ടെന്ന് വേകും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം ആ ചട്നി കാണിക്കാം. അതിനുള്ള ചട്ടിനിയും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തേന് പിള്ളേർക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു ഡിഷാണ്. പെട്ടെന്നുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാവുന്നതാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാം. ചട്നി നല്ലൊരു ചട്നിയാണ്. അത് അടുത്ത ദിവസം നമുക്ക് കാണിക്കാം ചട്നി.